തൻ്റെ മുഴുവൻ പേരെന്താന്ന് പറഞ്ഞു? മുസ്തഫ അഹമ്മദ്. അഹമ്മദ് ഫാദറാണോ? അതെ. താൻ ഈ ഇവരുമായിട്ടുള്ള ബന്ധം എന്താ? ഈ വീടുമായിട്ടുള്ള ബന്ധം? എൻ്റെ മമ്മിയുടെ വീടാണ്. ആ, അപ്പോൾ ഈ ജോസു അലക്സും മമ്മിയുടെ ബ്രദേഴ്സാ. മമ്മിയുടെ പേര്? അലീന കാർലോസ്. മമ്മി ഇവരുമായിട്ടൊക്കെ എങ്ങനെയാ? വരവും പോക്കൊക്കെ ഉണ്ടോ? ഇല്ല, മമ്മി മരിക്കുന്നവരെ എനിക്കും ബന്ധമില്ലായിരുന്നു. മമ്മി മരിച്ചിട്ട് കുറേ നാളായോ? കഴിഞ്ഞ മാസം മരിച്ചു. ക്യാൻസർ ആയിരുന്നു. ഇന്നലെ മുസ്തഫ എവിടെയായിരുന്നു? ജോസങ്ങളുടെ വീട്ടിൽ. ഇന്നലെ രാത്രി അവരൊക്കെ എവിടെ പോയെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പറ, എവിടേക്കാ പോയത്? അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച എബിയങ്കിളുമായിട്ട് എങ്ങനെയാ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എബിയങ്കിളിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ, അപ്പം മറ്റുള്ള അങ്കിൾമാരൊക്കെ പ്രശ്നക്കാരായിരുന്നല്ലേ? അങ്ങനെയല്ല, എബിയങ്കിൾ ഒരു പാവമായിരുന്നു. എബിയങ്കിൾ കൊല്ലപ്പെടുമ്പോൾ മുസ്തഫ എവിടാ? ഞാൻ മമ്മയുടെ ഒപ്പം വീട്ടിലായിരുന്നു. എങ്ങനെയായിരുന്നു അങ്കിളുമാരുടെയൊക്കെ റിയാക്ഷൻസ്? മനസ്സിലായില്ല. അല്ല, ഈ വെടിയേറ്റാണല്ലോ മരിച്ചത്. ഈ അമ്മാവന്മാരൊക്കെ എങ്ങനെയാ പ്രതികരിച്ചത്? അവരെല്ലാം വലിയ സങ്കടത്തിലായിരുന്നു. ഈ സങ്കടം എന്ന് പറയുമ്പോൾ സങ്കടം സഹിக்க വയ്യാതെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ? ആരായാലും അങ്ങനെയൊക്കെയല്ലേ? സോളമനങ്ങൾ മാത്രമാണ് ബഹളം വെച്ച്. ആ, അപ്പൊ ഈ സോളമനങ്ങളായിരിക്കും പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഇല്ല സാർ, ബഹളം വെച്ചത് ശരിയാ. പിന്നെ കുറെ നേരം കരഞ്ഞു. എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാർ. ഇത് നോർത്ത് CI അലക്സ് പോൾ. മുസ്തഫ എന്തെങ്കിലും കഴിച്ചിരുന്നു? കഴിച്ചോ സാർ? ആവശ്യം വരുമ്പോൾ വിളിക്കും. ഇനിയും കാണേണ്ടി വരും. ആ സമയത്ത് ഞാൻ എബിയുടെ വീട്ടിലായതാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവരീ മരണം ചോദിച്ചു വാങ്ങിയതാ. ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നിങ്ങളൊക്കെ? നമ്മുടെ എബിയെ കൊന്ന അവനെ പിന്നെ എന്ത് ചെയ്യണമെന്നാ മമ്മ പറയുന്നത്? കൊന്നു തള്ളണ്ടേ? പൊന്ന വേണ്ടായിരുന്നോ? മമ്മ പറ. അവൻ എന്റെ മോന. കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ലാളിച്ചതും അവനെയാ. ഈ വയറ്റിന്ന് അവൻ വന്നത്. അപ്പൊ അവനെ കൊന്നവരോട് നിങ്ങളെക്കാളൊക്കെ ദേഷ്യം എനിക്കാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സുരക്ഷിതരല്ല. ജോസെ, അല്ലെങ്കിലേ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ നീ. ഇനി ഈ പേരും പറഞ്ഞ് അവര് വീട്ടിൽ കയറി നിരങ്ങും. നിങ്ങളുടെ അപ്പന്റെ കാലത്ത് ഒരുത്തനും ഈ വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ഇപ്പൊ ആ അപ്പന്റെ മക്കൾ അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞ പോലീസിനെ ഭയന്ന് ജീവിക്കുന്നു. എതിരാളികളെ ഭയപ്പെടുത്താനാവണം നിങ്ങളുടെ അപ്പൻ കാർലോസിനെ പോലെ. അതുകൊണ്ടുകൂടിയാ അവരൊക്കെ അപ്പനെ ഗാംബിനോ എന്ന് വിളിച്ചത്. അങ്ങേരോടുകൂടി ആ പേരും പോയി. വിജയ അപ്പറ അകത്തുള്ള വേണ്ട, ഞാൻ കൊണ്ടുവരാം. മമ്മ, സോളമച്ചാൻ പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. ജോസെ, നീ ആ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് പോയി കാണണം. മരുന്ന് കണ്ടിന്യൂ ചെയ്. വാ. സോളമ, ഞാൻ അഡ്വക്കേറ്റുമായി സംസാരിച്ചു. നീ കീഴടങ്ങുന്നതാണ് നല്ലതെന്നാ വക്കീല് പറയുന്നത്. അതൊന്നും ശരിയാവില്ലോ അമ്മ. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാം മോനെ. ഇതൊരു സാധാരണ കേസല്ല, പോലീസ് മർഡറാ. അവര് വെറുതെ ഇരിക്കില്ല. അവരായിട്ട് നിന്നെ പൊക്കിയാൽ അറിയാലോ. ആദ്യം അഡ്വക്കേറ്റായിട്ട് സംസാരിച്ച് നിങ്ങൾ മുൻകൂർ ജാമ്യം റെഡിയാക്ക്. എനിക്ക് പറ്റില്ല പോലീസുകാരുടെ മൊഴിയെടുപ്പിന് നിന്ന് കൊടുക്കാനായിട്ട്. അല്ല, അവനെ കണ്ടില്ലല്ലോ. ശരിയാ. അലക്സേ, മുസ്തഫ എവിടെയാ? മുസ്തഫ, നിനക്ക് പാചകമൊക്കെ അറിയോ? ആ, കുറച്ചൊക്കെ. മമ്മി ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. മമ്മി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പപ്പയാണെങ്കിൽ വലിയൊരു ഭക്ഷണപ്രിയ. മമ്മിയുടെ മീൻകറിയൊക്കെ നല്ല രസമാണ്. അല്ല,
നിങ്ങളിവിടെ കഥ പറഞ്ഞോണ്ടിരിക്ക, ഒരാളവിടെ വിശന്നിട്ട് പിച്ചും പെയും പറയുന്നുണ്ട്. വാ. ഇവള് പറഞ്ഞു നീ പഠിപ്പ് നിർത്തി ജോലിക്ക് ശ്രമിക്കാന്ന്. കൂടെ പഠിപ്പും വേണം. ഇത് തന്നെയാ മമ്മയും പറഞ്ഞു. ആ തൊണ്ടയാട് ബൈപ്പാസിൽ ഇന്നലെ നടന്ന 2 പോലീസുകാരുടെ കൊലപാതകത്തിന് പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നത് മോഷണ വാഹനമാണെന്ന് തെളിഞ്ഞു. അതിവിദഗ്ധരായ വാഹനമോഷ്ടാക്കളുടെ പങ്കും കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. എന്ത് വില കൊടുത്തും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിനിടയിൽ കൊല ചെയ്യപ്പെട്ട പോലീസുകാരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കാലവർഷം ശക്തം. 5 ദിവസത്തേക്ക് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആരാ? മുസ്തഫയില്ലേ? അകത്തുണ്ട്. അലക്സ എന്ന് പറഞ്ഞാൽ മതി. മുസ്തഫ, ഏതോ ഒരു അലക്സ് കാണാൻ വന്നിട്ടുണ്ട്. എന്താ വന്ന്? പെട്ടെന്നിറങ്ങ, വാ പോവാം. സ്റ്റേഷനിൽ വെച്ച് അവരെന്തൊക്കെയാ ചോദിച്ചത്? ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. ഒന്നും വിട്ടുപോകരുത്, ഒരു വാക്ക് പോലും. വാക്കുകളിലാണ് അവർ നമ്മെ ചതിക്കാനുള്ള പോയിന്റുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേർഡ് ബൈ വേർഡായിട്ട് പറ. അതിന് മാത്രമൊന്നും അവർ ചോദിച്ചില്ല. നീയായിട്ട് അവരോട് എന്തൊക്കെ പറഞ്ഞു അത് കൃത്യമായിട്ട് പറ. അവരെൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. പോലീസുകാർ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും. പല ആംഗിളുകളിലാവും ചോദിക്കുക. നമ്മളായിട്ട് അവർക്കൊന്നും ഇട്ടുകൊടുക്കരുത്. അവര് ചോദിക്കട്ടെ, അതവരുടെ ഡ്യൂട്ടിയാണ്. മിണ്ടാതിരിക്കുക, അതാണ് നമുക്ക് നല്ലത്. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാം അല്ലേ?